ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട ഭാഗം എന്നത് രേവതിക്ക് കാല് വയ്യാത്തത് കൊണ്ട് തന്നെ സച്ചി രേവതിക്ക് മരുന്നെടുത്ത് കൊടുക്കുന്നതും ഉറക്കം വരുന്നില്ല എന്ന് പറയുന്ന സമയത്ത് കാലിലേക്ക് പതിയെ ഊരി കൊടുക്കുന്നതുമായിട്ടുള്ള ഭാഗത്തോടെയാണ് നിന്നത്. അതിനുശേഷം രേവതി സച്ചിയോടായിട്ട് പറയുന്നത്, സച്ചിയുടെ നാളെ അച്ഛൻ ജോഗിങ് കഴിഞ്ഞ് വരുന്ന സമയം തന്നെ അച്ഛന് കുടിക്കാനായിട്ട് വെള്ളം നൽകണം, മാത്രമല്ല കുളി കഴിഞ്ഞ് വരുന്ന സമയത്ത് കാപ്പി നൽകണം, ഷുഗറിൻ്റെ മരുന്ന് നൽകണം എന്ന് പറഞ്ഞിട്ട് ഒരു നീണ്ട ലിസ്റ്റ് രവിയുടെ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും സച്ചി പറയുന്നത്, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കൃത്യമായി തന്നെ ചെയ്തോളാം എന്ന് പറയുമ്പം അതിന് സച്ചിയുടെ അച്ഛൻ്റെ മരുന്ന് അവിടെ ഇരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാമോ എന്ന് ചോദിക്കുകയുണ്ട്. അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് സച്ചി പറയുന്നുണ്ട്. അതിനുശേഷം രേവതി പറയുകയാണ്, അതെല്ലാം സച്ചിയായിട്ട് നാളത്തെ കാര്യങ്ങളൊക്കെ എന്താവുമോ എന്തുമോ, എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഉണ്ടായി കൊടുക്കണ്ടേ, മാത്രമല്ല സച്ചിയേട്ടന് കാർ ഓടിക്കാൻ പോകണ്ടല്ലേ, എല്ലാം കൂടെ തൃപ്തി സച്ചിയേട്ടന് എപ്പോൾ പോകാനാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട, അതെല്ലാം ഞാനും അച്ഛനും കൂടി മാനേജ് ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയെ സമാധാനിപ്പിക്കേണ്ട. ആ ഒരു സമയത്ത് രേവതിയോട് സച്ചി പറയുന്നത്, നീ ഒന്നും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ കടന്നുറങ്ങിക്കോളാൻ പറയുമ്പോൾ എനിക്ക് ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല സച്ചിയേട്ടാ എന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. നിന്നെ ഉറക്കാനുള്ള മന്ത്രമൊക്കെ എനിക്കറിയാണ്ട്, എൻ്റെ സച്ചിയുടെ കയ്യിൽ ഒരു മരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സച്ചി രേവതിയുടെ കാലിൻ ചോട്ടിലേക്ക് വന്ന് കിടക്കുന്നതും കാലിലേക്ക് മൃദുവായി ഊതി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ രേവതി സച്ചിയുടെ വേണ്ട ഇതെന്തേ കാണിക്കുന്നതിനൊക്കെ പറയുന്നുണ്ടെങ്കിൽ സച്ചി പറയുകയാണ്, ഇതാണ് സച്ചിയുടെ മരുന്ന്, നിനക്ക് വേഗം ഉറങ്ങാൻ സാധിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും രേവതി പതുക്കെ മയക്കത്തിലേക്കായിട്ട് പോവുകയാണ് കേട്ടോ. രേവതി ഉറങ്ങിയതിന് ശേഷം സച്ചി ആകെ സങ്കടത്തിൽ രേവതിയുടെ അടുത്ത് വന്ന് നിന്നിട്ട് ഇങ്ങനെ രേവതിനെ നോക്കണം. കാരണം പലയിടങ്ങളിൽ ഓടിച്ചാടി നടന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ് രേവതി. ആ രേവതിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നോർത്ത് സച്ചിക്ക് സങ്കടമുണ്ട് കേട്ടോ. എന്നിട്ട് സച്ചിന് ചിന്തിക്കണം, എന്തായാലും രേവതിനെ ഈ ഒരു അവസ്ഥയിലാക്കിയവരെ താൻ കണ്ടുപിടിച്ചിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ദൃഢനിശ്ചയത്തിലെത്തുകയാണ്. പിന്നീട് കാണിക്കുന്ന നേരം പുലർന്നതിന് ശേഷം ജോഗിങ് കഴിഞ്ഞ് രവി വരുന്ന നേരത്ത് ഉമ്മറപ്പടിയിലേക്ക് നോക്കണം. കാരണം എവിടെ നോക്കിയാലും രേവതിയുടെ സാന്നിധ്യം കാണാൻ കഴിയായിരിക്കില്ല. പോകുന്ന സമയത്ത് വീടിൻ്റെ മുന്നിൽ കോലം വരയ്ക്കായിരിക്കും, മാത്രമല്ല എല്ലാവർക്കും കൃത്യസമയത്ത് ഭക്ഷണം, വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ചെയ്യുന്നു എന്നൊക്കെയുള്ള രേവതിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് നമ്മുടെ രവി സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് സച്ചി ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സച്ചി വെള്ളം കൊണ്ട് വരുന്ന കാണുമ്പോൾ രവി ഒന്ന് അതിശയിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് സച്ചി പറയുന്നുണ്ട്, രേവതി എന്നോട് പറഞ്ഞിരുന്നു അച്ഛൻ ജോഗിങ് കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം വേണമെന്ന്, കുറച്ച് ലേറ്റായി പോയി, സോറി, ഞാൻ ബാക്കിയുള്ള പണികളിലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, എന്നാലും രേവതി മോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു പോയാൽ അവളായിരുന്നു ഈ ഒരു കുടുംബത്തിൻ്റെ വിളക്ക് എന്നത്, പെൺകുട്ടികൾ വീടിൻ്റെ ഐശ്വര്യമാണെന്ന് പറയാറുണ്ട്, പക്ഷേ എൻ്റെ രേവതി മോൾ വന്നതിന് ശേഷമാണ് അത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായതെന്നും പറഞ്ഞുകൊണ്ട് രേവതിനെ പറ്റി ഇങ്ങനെ വാദോരാതെ പറയാണ്ട് രവി ആ ഒരു സമയത്ത് സച്ചി പറയുന്നുണ്ട്, അച്ഛൻ്റെ വർത്താനം കേട്ടാൽ തോന്നും രേവതി വീട് വിട്ടുപോയെന്ന്, അവൾ ഇതേ റൂമിലില്ലേ എന്ന് സച്ചി പറയുന്ന നേരത്തെ റൂമിലുണ്ടായിരിക്കാം, പക്ഷെ ഇങ്ങനെയല്ലല്ലോ അവിടെ സച്ചി, അവൾ ഏത് സമയത്തും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തും പരിസരവും എല്ലാം തന്നെ വൃത്തിയോട് സൂക്ഷിച്ച് അച്ചടക്കത്തോടും കൂടിയിട്ടായിരുന്നു അവൾ നടന്നിരുന്നത്, പക്ഷെ അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായ പോലെ തോന്നുന്നു എന്നൊക്കെ രവി പറയുമ്പോഴത്തേക്കും അത് സങ്കടപ്പെടുകയൊന്നും വേണ്ട, എല്ലാ കാര്യങ്ങളും അവൾ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ കൃത്യമായി തന്നെ ചെയ്തോളാമെന്ന് പറയുമ്പോഴത്തേക്കും എന്തായാലും രേവതി മോളുടെ അത്ര നീ വരാനൊന്നും പോകുന്നില്ല, മാത്രമല്ല എന്നെ സ്നേഹിക്കുന്ന പോലെ എന്നെ രേവതി മോൾ സ്നേഹിക്കുന്ന പോലെ ആരും സ്നേഹിക്കാനും പോകുന്നില്ല എന്ന് പറയുമ്പം അച്ഛൻ അങ്ങനെ പറയരുത്, അച്ഛൻ ഞാൻ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊരു ചെറിയ കുശുമ്പോട് കൂടി തന്നെ സച്ചി പറയുന്നുണ്ട്. നീ സ്നേഹിക്കുന്നുണ്ടാവും, പക്ഷേ രേവതി മോളുടെ സ്നേഹവുമായിട്ട് അളന്നതിന് നിന്റെ തെറ്റ് കുറച്ച് താന്നിരിക്കും, കാരണം നമുക്ക് കൃത്യമായി തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം, ഞാനൊന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രവി പോകാൻ ഒരുങ്ങുന്ന നേരത്തെ അച്ഛന് തലയിൽ തേക്കാൻ എണ്ണ വേണ്ടേന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അതിന് ഞാൻ എണ്ണ തേച്ച് കുളിക്കാറില്ല, അത് രേവതി മോൾക്ക് അറിയാം, ഇത് തന്നെ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് രവി ചിരിച്ചുകൊണ്ട് പോവാം കേട്ടോ. പെട്ടെന്ന് സച്ചി ചിന്തിക്കണം, രേവതി ഒരു സംഭവം തന്നെയാണ്, അച്ഛൻ പറഞ്ഞ നേരാണ്, എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് ചെയ്യാനായിട്ട് അവളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞേക്കാം കേട്ടോ. പിന്നീട് കാണിക്കുന്ന ശരത്തിനാണ്. ശരത്ത് ഇങ്ങനെ ചിന്തിക്കുകയാണ്, രേവതി ചേച്ചിക്ക് ആക്സിഡൻറ്റ് പറ്റിയതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ ഇനി ആന്റണി ചേട്ടനായിരിക്കും, ആന്റണി ചേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ആന്റണി ചേട്ടനെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവ് വിളിക്കുന്നത്. ദേവ് വിളിച്ചതിന് ശേഷം പറയുന്നത്, നമുക്ക് രേവതി ചേച്ചിനെ കാണാൻ പോകണ്ടേ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും വരുന്നില്ല എന്ന് ശരത്ത് പറയുന്നുണ്ടായിരുന്നു. നിനക്ക് രേവതി ചേച്ചിനെ കാണണ്ടേ, നീ ഇപ്പോൾ രേവതി ചേച്ചിനെ പണ്ടത്തെ പോലെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ദേവ് പറയുമ്പോഴത്തേക്കും ആര് പറഞ്ഞ് സ്നേഹിക്കുന്നുണ്ട്, രേവതി ചേച്ചിനെ പണ്ടത്തേക്കാൾ അധികം ഞാൻ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ഞാനിപ്പോൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രേവതി ചേച്ചിയുടെ ഹസ്ബൻഡിന് അത് പിടിക്കുകയില്ല, മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാകുമെന്നൊക്കെയാണ് ശരത്ത് പറയുമ്പോഴത്തേക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല ശരത്ത്, നീ വാ, എന്തായാലും രേവതി ചേച്ചിയുടെ അമ്മ അവിടെ ഇല്ല എന്നാണ് പറയുന്നത്, നമുക്ക് സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കുന്ന സംസാരിക്കാനുള്ള സമയമുണ്ട്, നീ വാട ശരത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ശരി ഞാൻ പറയാം, ഇനി എന്തെങ്കിലും അവിടെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നോടൊന്നും പറയാൻ നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് കോള് കട്ട് ചെയ്തതിന് ശേഷം ദേവു ലക്ഷ്മിയോടായിട്ട് പറയുകയാണ്, അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ സച്ചിൻ
സച്ചേട്ടൻ എന്തെങ്കിലും പറയുമോ എന്നൊരു പേടിയുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കാനുള്ള സാധ്യതയൊന്നുമില്ല, പക്ഷേ രേവതിയുടെ ഇങ്ങനെ ആക്സിഡൻറ്റിന് പിന്നിൽ എനിക്കൊരാൾ സംശയമുണ്ട്, എനിക്ക് ഗജാനന്ദനാണോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട് എന്നൊക്കെ ലക്ഷ്മി പറയുമ്പോഴത്തേക്കും ഈ ഒരു സംശയം തനിക്കും തോന്നിയിരുന്നു എന്ന് ദേവ് പറയുന്നുണ്ട്. പെട്ടെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും ഈ ഒരു കാര്യം ഗജാനന്ദൻ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊന്നും തന്നെ സച്ചി അറിയരുത്, സച്ചി അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. മാത്രമല്ല ഒരു പക്ഷേ രേവതി ഈ ഒരു അവസ്ഥയിലാക്കിയത് ആരാണെന്നുള്ള അന്വേഷണത്തിലായിരിക്കും സച്ചിയുള്ളത്. അത് ഗജാനന്ദൻ ആ ഒരു കൂട്ടത്തിലേക്ക് ഗജാനന്ദൻ്റെ പേരിട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നം കൂടുതൽ വഷളാവുകയുള്ളൂ. എൻ്റെ മോൾ സമാധാനത്തോടു കൂടി അവിടെ നിന്നോട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്നാലും കാര്യങ്ങൾ ആര് ചെയ്തു കഴിഞ്ഞും കണ്ടുപിടിക്കേണ്ട അമ്മയെന്ന് ദേവ് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഒന്നും സച്ചിയോട് പറയേണ്ട, അവർ സമാധാനത്തോടു കൂടി അവിടെ ജീവിക്കട്ടെ എന്നും ലക്ഷ്മി ദേവുവിനോടായിട്ട് പറയുകയാണ്. ഇതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മുടെ ശ്രുതിയും എല്ലാം തന്നെ അവിടെ വന്നിരുന്നതിന് ശേഷം അടുക്കളയിലേക്ക് പുട്ട്, കടല, ദോശ എന്നൊക്കെ പറഞ്ഞ് ഓർഡർ ഇടുകയാണ്. ആ ഒരു സമയം ഇങ്ങനെ ശ്രീകാന്തും പക്ഷേ അവിടെ വന്നിരിക്കും കേട്ടോ. പെട്ടെന്ന് ഞാൻ അടുക്കളയിൽ നിന്ന് സച്ചി വന്നതിന് ശേഷം പറയാം, നിങ്ങൾ എന്താ ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള ഭക്ഷണം നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം, രേവതിക്ക് സുഖമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ ഞാനത് മറന്നുപോയി എന്ന് ശ്രുതി പറയുന്നുണ്ട്. നീ മറക്കും, എനിക്കറിയാം നീ മറക്കുമെന്ന്, അതുകൊണ്ട് തന്നെ ഓരോരുത്തരായിട്ട് അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊള്ളാനായിട്ട് ശ്രുതിയോടായിട്ട് സച്ചി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുകയാണ്, രേവതിക്ക് സുഖമില്ല എന്ന് കരുതിക്കൊണ്ട് ഒരു നളപാചകൻ ഉണ്ടായിരുന്നത് ഇവിടെ, നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പാടില്ലായിരുന്നോ എന്ന് ശ്രീകാന്തിനോട് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി എൻ്റെ മറുപടി പറയുന്നത്. സച്ചി പറയാണ്, ഓഹോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവനും കൂടെ വെച്ചുണ്ടാക്കി തന്നല്ലേ, അവരവർക്കുള്ള ഭക്ഷണം അവരവർ തന്നെ ഉണ്ടാക്കി കഴിക്കണം എന്നൊക്കെ സച്ചി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് അയ്യോ ഭക്ഷണം ഉണ്ടാക്കാൻ എന്നെ ബ്യൂട്ടി പാർലർ പോകുന്ന നല്ല മൃദുവായിട്ടുള്ള കൈകളാണ് എൻ്റെ, അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ കൈകൾ ഹാർഡാവും, കസ്റ്റമർക്ക് അത് ബുദ്ധിമുട്ടാവുകയുള്ളൂ. പക്ഷേ ശ്രീകാന്തെ നിങ്ങൾ പോയി അടുക്കളയിൽ കയറി എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കൊണ്ട് വായന ശ്രുതി പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് കൊള്ളാലോ ഏട്ടത്തിക്ക് അടുക്കളയിൽ കയറാൻ പറ്റില്ലല്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അതല്ല ശ്രീകാന്തല്ല, നിങ്ങളപ്പോൾ എന്ത് കഴിക്കാൻ ഇവിടെ വന്നിരുന്നെന്ന് ശ്രുതി ചോദിക്കുന്ന നേരത്ത് ഞങ്ങൾ കഴിക്കാനായിട്ട് വന്നിരുന്നു എന്നല്ലേ, ചുമ്മാ വന്നിരുന്നു എന്നുള്ളൂ എന്ന് വർഷ പറയുന്നുണ്ട്. ആ ഒരു സമയത്താണ് മേശപ്പുറത്ത് കാപ്പി മൂടി വെച്ചേക്കുന്നത് കാണുന്ന. പെട്ടെന്ന് ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് കാപ്പി നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കാപ്പിയെങ്കിൽ കാപ്പി എന്നും പറഞ്ഞ് കുടിക്കാനെടുക്കുന്ന നേരത്ത് തൊട്ട് പോകരുത്, അച്ഛന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാപ്പിയാണ് സച്ചി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ലേ എന്ന് ശ്രുതി ചോദിക്കുന്ന നേരത്ത് സച്ചിന് അടുക്കളയിൽ കയറിയെങ്കിൽ എല്ലാവർക്കുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാതിരിക്കില്ല എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്, വേണ്ടവർക്ക് കഴിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ഉപ്പുമാവോ എന്ന് ശ്രുതി ഒരു പുച്ഛഭാവത്തോടെ തന്നെ പറയാം കേട്ടോ. എന്താ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നീ ഭക്ഷണം കഴിക്കാതെ പൊക്കോ, അതല്ല ഞാൻ നിനക്കുള്ള ഭക്ഷണം നീ അടുക്കളയിൽ കയറി ഉണ്ടാക്കാനായിട്ട് സച്ചി പറയുന്നുണ്ട്. എന്നാൽ ശ്രുതി ആകട്ടെ പറയുകയാണ്, ഉപ്പുമാവ് ഉണ്ടല്ലേ, എന്നാൽ ശരി ഗോതമ്പിൻ്റെ ഉപ്പുമാവല്ലേ, റവയുടെ ഉപ്പുമാവല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് കഴിച്ചിട്ട് തന്നെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കാണ്ട് ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, ശ്രുതി നീ പോയി ഭക്ഷണം എടുത്തുകൊണ്ട് വായെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എനിക്കുള്ള ഭക്ഷണം മാത്രമേ എടുത്തുകൊണ്ട് വരുള്ളൂ, നിനക്കുള്ള ഭക്ഷണം നീ പോയി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് ശ്രുതി അടുക്കളയിലേക്കായിട്ട് പോവാണ് കേട്ടോ. ശ്രീകാന്തും വർഷയാണെങ്കിൽ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ്. അതിനുശേഷം ശ്രീകാന്ത് സച്ചിയോടായിട്ട് പറയുന്നുണ്ട്, സച്ചിന് വേണ്ട സഹായങ്ങളെല്ലാം തന്നെ ഞാൻ ചെയ്തു തരാട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആ ഒരു സമയം തന്നെ വർഷയും പറയുകയാണ്, സച്ചിയേട്ട എന്നെ കൊണ്ടാവുന്ന രീതിക്കൊക്കെ തന്നെ ഞാൻ സഹായിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട വർഷ നീ സഹായിക്കാമെന്നെങ്കിലും പറഞ്ഞല്ലോ, അത് മതിയെന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോവുകയാണ്. പെട്ടെന്ന് ശ്രീകാന്ത് വർഷയോടായിട്ട് പറയുന്നത്, ഇതാണ് എൻ്റെ സച്ചിയേട്ടെന്ന് പറഞ്ഞുകൊണ്ട് വർഷയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ കുളിയെ കഴിഞ്ഞതിന് ശേഷം ദേവി നേരെ ചെല്ലുന്നത് രേവതിയുടെ അടുത്തേക്കാണ്. രേവതിയുടെ അടുത്തതിന് ശേഷം അസുഖങ്ങളൊക്കെ എങ്ങനെയാണ്, മോൾക്ക് വേദന കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട്, അച്ഛൻ ചായ കുടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ചായ കുടിച്ചില്ല എന്ന് രവി മറുപടി പറയട്ടെ. ഇത് കേൾക്കുമ്പോൾ തന്നെ രേവതി അച്ഛന് കാപ്പി തന്നില്ല, ഞാൻ സച്ചേട്ടനോട് പറഞ്ഞത് രാവിലെ തന്നെ കാപ്പി വേണമെന്ന് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി അങ്ങോട്ടേക്ക് വരികയാണ്. സച്ചി വന്നിട്ട് പറയുന്നത്, അച്ഛനുള്ള രാവിലത്തേക്കുള്ള കാപ്പിയൊക്കെ മേശപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അച്ഛനത് കുടിച്ചില്ല എന്ന് സച്ചി പറയുമ്പോഴത്തേക്കും അതിന് അച്ഛന് കാപ്പി ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചാൽ പോരാ, അച്ഛനത് കുടിക്കാനായിട്ട് കൈകളിൽ കൃത്യമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കേണ്ട കാര്യമല്ലേ സച്ചിയേട്ട, അതൊന്നും സച്ചിന് അറിയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയോട് ചോദിക്കുന്ന സമയത്ത് അച്ഛന് സമാധാനമായാലും രാവിലെ തന്നെ ഇവളെ കൊണ്ട് തന്നെ വഴക്ക് ഏൽപ്പിച്ചപ്പോൾ ഒന്ന് സച്ചി ചുമ്മാ ചിരിച്ചുകൊണ്ട് പറയാട്ടെ. ഇത് കേൾക്കുമ്പോഴത്തേ രവി പറയുന്നുണ്ട്, മോളെ ഞാൻ കുളിച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്കായിരുന്നു വന്നത്, അവനവിടെ കാപ്പി ഉണ്ടാക്കി വെച്ചാൽ ഞാൻ കണ്ടില്ല, ഇനിയിപ്പോൾ ഇതിൻ്റെ വലിയൊരു പ്രശ്നമൊന്നും വേണ്ട, ഞാൻ പോയി കാപ്പി കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രവി അവിടെ നിന്ന് പോവാൻ കേട്ടോ. അതിനുശേഷം സച്ചി രേവതിയുടെ അടുത്ത് വന്നിരിക്കുന്ന നേരത്ത് സച്ചിന് എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടായാലേ ഓരോരുത്തരുടെ കാര്യങ്ങളും നോക്കിയും കണ്ട് ചെയ്തു വരുമ്പോഴത്തേക്കും സച്ചിനെ ആകെ ക്ഷീണിക്കുകയല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നീ അതിൽ ബുദ്ധിമുട്ടൊന്നും കാണേണ്ട രേവതി, നിന്നെ നോക്കുന്നത് ശുശ്രൂഷിക്കുന്നതുമെല്ലാം തന്നെ എൻ്റെ കടമയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതിയുടെ മുഖത്തേക്കായിട്ട് കൈകൾ വെച്ചതിന് ശേഷം കണ്ണോട് നോയിക്കൊണ്ട് നിൽക്കട്ടെ. ആ ഒരു സമയത്താണ് വർഷയും ശ്രീകാന്തും അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇതെന്താ ആക്സിഡന്റ് ഹണിമൂണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചിയും രേവതിയും ഒരു ചമ്മലോട് കൂടി തന്നെ അവിടെ നിൽക്കുകയാണ്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.